ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പൊ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത മലയാളികൾ തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ മാമ്പഴ സീസണിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു 8 മാമ്പഴം ഇതേപോലെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ചെറിയ മാങ്ങയാണ് കേട്ടോ. അപ്പൊ സീസണിൽ നല്ല മധുരമായിരിക്കും ഇതിനെ നാട്ടുമാങ്ങ എന്നും താളിമാങ്ങ എന്നും ഒക്കെ പറയാറുണ്ട്. പല നാട്ടിലും പല പേരുകളിലായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ മാമ്പഴം ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഏത് മാമ്പഴം വെച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഫ്ലേവറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ, ടേസ്റ്റ് ഒന്നും ഒട്ടും കുറയില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ മാമ്പഴം എല്ലാം ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. സോ ഞാനൊരു 4 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മാമ്പഴത്തിന്റെ മധുരവും പച്ചമുളകിന്റെ എരിവും അനുസരിച്ച് അതിന്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്താം. അപ്പൊ ഞാനിവിടെ മൊത്തത്തിൽ 5 പച്ചമുളകാണ് എടുക്കുന്നത്. 4 ഇപ്പോൾ ചേർക്കുന്നുണ്ട്, ഒരെണ്ണം ഇനി തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിന്റെ കൂടെയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്റെ കയ്യിലുള്ള മാമ്പഴം അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ്. സോ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കുക്ക് ആകാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് കുക്ക് ആകുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി വരും കേട്ടോ. അപ്പൊ ഇത് അവിടെ ഇരുന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ മിക്സർ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ തിരുമിയത് ചേർക്കുന്നുണ്ട്. 3 ചെറിയ ചുവന്ന ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 5-6 മണി കുരുമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. അപ്പൊ ഇത് വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റിയിട്ടുണ്ട്. മാമ്പഴം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വലിയ മാമ്പഴമാണ് എടുക്കുന്നതെങ്കിൽ അത് മുറിച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് മോര് ചേർക്കാം. അപ്പൊ ഞാനിവിടെ 1/2 ലിറ്റർ മോര് ചേർക്കുന്നുണ്ട്. അതായത് 2 കപ്പ് തൈര് മിക്സറിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താണ്. അപ്പൊ മാമ്പഴ പുളിശ്ശേരി ചെയ്യുമ്പോൾ അത്യാവശ്യം തൈര് കൂടുതൽ വേണം കേട്ടോ. മധുരവും പുളിയും എരിയും ഒക്കെ ചേരുന്നതാണ് അതിന്റെ ആ ഒരു കറക്റ്റ് രുചി. അപ്പൊ തൈര് കുറവായാല് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ 2 കപ്പിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ബട്ട് കുറയാതെ ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി ഫ്ലെയിം സിമ്മിലിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ ഉപ്പൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടായിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പൊ താളിക്കുമ്പോ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ താളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതുപോലെ ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ എടുക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ വെളിച്ചെണ്ണ ദേ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടുമ്പോ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അപ്പൊ ഉലുവ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഒരു പുളിശ്ശേരിക്ക് കറക്റ്റ് ആ ഒരു മണമൊക്കെ കിട്ടുന്നത്. ഇത് ഉലുവ ഒന്നങ്ങ് മൂത്ത് വരുമ്പോ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണക്കമുളക്, കറിവേപ്പില. അപ്പൊ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് വേഗം മാറി കിട്ടും കേട്ടോ. അപ്പൊ കരിയാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഇങ്ങനെ തന്നെ മൂടി വെക്കാം. സെർവ് ചെയ്യാൻ നേരം ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി ചൂടോടെ അല്ല സെർവ് ചെയ്യേണ്ടത്, കുറച്ച് സമയമൊക്കെ ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.